35 വയസ്സുകാരനായ തേജസ്വി യാദവും 74 വയസ്സുകാരനായ നിതീഷും തമ്മിലാണ് മത്സരം എന്ന തലത്തിലേക്കുള്ള ഒരു പ്രചരണം നടക്കുന്നു. വേണ്ടത്ര സീറ്റുകൾ JDUവിന് ലഭിക്കരുത് എന്നൊരാഗ്രഹം യഥാർത്ഥത്തിൽ BJPക്കുള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട് 2020 മുതൽ. ഞാനിനി എങ്ങോട്ടുമില്ല, NDAക്കൊപ്പം ആയിരിക്കുമെന്ന് നിതീഷ് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്നതനുസരിച്ച് നിലപാടുകൾ മാറാനായിട്ട് വളരെ എളുപ്പമാണ് നിതീഷിൻ്റെ കാര്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും അധികം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് ഒരു ബീഹാറുകാരനാണ്, മറ്റാരുമല്ല, ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ. 9 തവണയാണ് അദ്ദേഹം ഇതുവരെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ഇത്തവണ വിജയിക്കുകയാണെങ്കിൽ 10ാം തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി, അതായത് NDAക്ക് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ 10ാം തവണ അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നിതീഷിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി എന്നോടൊപ്പം ഇപ്പോൾ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഡൽഹി ബ്യൂറോ ചീഫായ മനോജ് മേനോൻ ചേരുകയാണ്. മനോട്ട്, ബീഹാർ രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലുമൊക്കെ നിതീഷിനെ അറിയപ്പെടുന്ന ഒരു പേര് കൂടിയുണ്ട്, പൾട്ടൂറാം. എന്തായിരിക്കും നിതീഷിൻ്റെ ഇവിടെ നിന്നുള്ള ഭാവി? ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും ബാധിക്കുക? നിതീഷിൻ്റെ ഈ മുന്നണി മാറ്റങ്ങൾ, അതുപോലെ തന്നെ ചാഞ്ചാട്ടങ്ങൾ, അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പാൾട്ടൂറാം പോലുള്ള പേരുകൾ, പരിഹാസ പേരുകളൊക്കെ നിതീഷിന് വീണിരിക്കുന്നത്. പക്ഷേ ഈ 10ാം വട്ടം ബാലു സൂചിപ്പിച്ച പോലെ ഇനി NDA ജയിക്കുകയാണെങ്കിൽ 10ാം വട്ടമാണ് നിതീഷാണ് മുഖ്യമന്ത്രിയായിട്ട് നിശ്ചയിക്കപ്പെടുന്നതെങ്കിൽ 10ാം വട്ടമാണ് നിതീഷ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. പക്ഷേ ഈ 10 വട്ടവും നിതീഷ് പോയെടുത്തെല്ലാം തന്നെ മുന്നണികൾ ഉണ്ടാവുകയും ഭരണം നിലനിർത്തുകയും ചെയ്തു, അല്ലെങ്കിൽ അധികാരം നിലനിർത്തുകയും ചെയ്തു. എവിടെ നിതീഷുണ്ടോ അവിടെയായിരുന്നു അധികാരം എന്ന് പറയുന്ന തരത്തിലേക്ക് ശ്ലോകം വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിതീഷിനെ ചുറ്റിപ്പറ്റിയാണ്, നിതീഷിനെ ഭ്രമണം ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ബീഹാർ രാഷ്ട്രീയം കഴിഞ്ഞ 20 വർഷമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. ഒരുപക്ഷെ കർപ്പൂരി താക്കൂറിൻ്റെയും അതുപോലെ തന്നെ രാമനോഹർ ലോഹിയയുടെയും ജയപ്രകാശ് നാരായണൻ്റെയും ഒക്കെ ആശയധാരകളിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് തന്നെ സ്വരൂപിച്ചെടുക്കുകയും അതിൽ ആകർഷണമായി പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് നിതീഷ് കുമാർ. കർപ്പൂരി താക്കൂറിൻ്റെ ഫോർമുലകൾ, അല്ലെങ്കിൽ കർപ്പൂരി താക്കൂറിൻ്റെ പ്രായോഗിക രാഷ്ട്രീയ വാദങ്ങൾ തന്നെയാണ് പിന്നീട് നിതീഷ് കുമാർ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ വോട്ട് ബാങ്ക് സൃഷ്ടിച്ചത് പോലും അതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് നിതീഷിനെ സംബന്ധിച്ചിടത്തോളം, JDUവിനെ സംബന്ധിച്ചിടത്തോളം ഈ ബീഹാർ 2025 തിരഞ്ഞെടുപ്പ് വളരെയധികം ക്രൂഷ്യലാണ്. പ്രധാനമായിട്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് NDA ജയിച്ചാൽ നിതീഷ് തിരിച്ചു വരുമോ, അല്ലെങ്കിൽ നിതീഷ് ആയിരിക്കുമോ മുഖ്യമന്ത്രി എന്നുള്ള വലിയൊരു ചോദ്യം ഉയർത്തപ്പെടുന്നുണ്ട്. ഒന്ന്, നിതീഷിനെതിരെ അല്ലെങ്കിൽ കഴിഞ്ഞ 20 വർഷമായി നിലനിൽക്കുന്ന ഭരണത്തിനെതിരെ സ്വാഭാവികമായിട്ടും ഉരുത്തിരിഞ്ഞേക്കാവുന്ന ഒരു സർക്കാർ വിരുദ്ധ വികാരം ഒരു ഘടകം. അതുപോലെ തന്നെ നിതീഷിൻ്റെ പ്രായാധിക്യത്തെക്കുറിച്ചുള്ള ഡിബേറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. 35 വയസ്സുകാരനായ തേജസ്വി യാദവും 74 വയസ്സുകാരനായ നിതീഷും തമ്മിലാണ് മത്സരം എന്ന തലത്തിലേക്കുള്ള ഒരു പ്രചരണം നടക്കുന്നു. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായിട്ട് നിതീഷിനെ വേട്ടയാടുന്നുണ്ട്. ഇതെല്ലാം നിലനിൽക്കെ തന്നെ ഏറ്റവും ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ വേരുകളുള്ളൊരു നേതാവ്, അല്ലെങ്കിൽ മുതിർന്ന നേതാവ് എന്ന നിലയിൽ നിതീഷ് തന്നെയാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകത ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ പല പെർമ്യൂട്ടേഷൻസ് നമുക്ക് പറയാം. നിതീഷിൻ്റെ പാർട്ടിക്ക് ഒരു അതായത് വലിയ കുറഞ്ഞ സീറ്റൊക്കെ ആണെങ്കിൽ മുഖ്യമന്ത്രി പദവി അദ്ദേഹത്തിന് ലഭിക്കുമോ? NDAക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും എന്നാൽ നിതീഷിൻ്റെ പാർട്ടിക്ക് അത്രത്തോളം ഭൂരിപക്ഷം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുക? മഹാരാഷ്ട്ര ഫോർമുലയായിരിക്കും ഇക്കുറി BJP പ്രയോഗിക്കുക എന്നുള്ളൊരു വലിയൊരു ആക്ഷേപമാണ്, അല്ലെങ്കിൽ ആരോപണമാണ് മഹാസഖ്യം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് മഹാരാഷ്ട്ര ഫോർമുല? മഹാരാഷ്ട്ര ഫോർമുലയിൽ ഈ പറഞ്ഞ പോലെ ഇക്കുറി ഇദ്ദേഹത്തെ ഏകനാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി ഉപമുഖ്യമന്ത്രി ആക്കുകയും ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ആ ഒരു തന്ത്രം ബീഹാറിൽ പ്രയോഗിച്ചേക്കാം എന്നൊരു വലിയ ഒരു സൂചന, അല്ലെങ്കിൽ വലിയൊരു വിമർശന സ്വരത്തിലോ അല്ലെങ്കിൽ ആരോപണ സ്വരത്തിലോ തേജസ്വി യാദവും അതുപോലെ തന്നെ പ്രശാന്ത് കിഷോറും ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വസ്തുത വേണ്ടത്ര സീറ്റുകൾ JDUവിന് ലഭിക്കരുത് എന്നൊരാഗ്രഹം യഥാർത്ഥത്തിൽ BJPക്കുള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട് 2020 മുതൽ. BJP തന്നെയായിരിക്കണം ഏറ്റവും വലിയ ഒറ്റക്കക്ഷി NDAക്കുള്ളിൽ. അതൊരു ബാർഗെയിൻ പവർ BJPക്ക് വർദ്ധിപ്പിക്കും. പക്ഷേ പ്രധാന പ്രശ്നം നിതീഷിനപ്പുറം ഒരു നേതാവിനെ കണ്ടെത്താൻ BJPക്കോ അതുപോലെ തന്നെ NDAയുടെ മുന്നണികൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നിതീഷിൻ്റെ പ്രസക്തി ഇനിയും നിലനിൽക്കുന്നത്. BJP സ്വരം കടുപ്പിച്ചാൽ അല്ലെങ്കിൽ ബാർഗനിങ് പവർ കൂട്ടിയാൽ നിതീഷിനാണെങ്കിൽ അപ്പുറത്തൊരു ഓപ്ഷൻ ഇല്ലേ? വീണ്ടും വേണമെങ്കിൽ പഴയതുപോലെ RJD കോൺഗ്രസ് സഖ്യത്തിലേക്കൊക്കെ പൊക്കൂടെ?
നിതീഷിൻ്റെ കാര്യത്തിൽ ആ സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 വട്ടം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു. അത് പല മുന്നണികൾ മാറിക്കഴിഞ്ഞു. പിന്നെ 2 or 3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കഴിഞ്ഞു. അതുകൊണ്ട് നിതീഷിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. കാരണം അത് സംഭവിച്ചുകൂടായികയില്ല. ഞാനിനി എങ്ങോട്ടുമില്ല എൻ ഡി എക്കൊപ്പം ആയിരിക്കുമെന്ന് നിതീഷ് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്നതിനനുസരിച്ച് നിലപാടുകൾ മാറാനായിട്ട് വളരെ എളുപ്പമാണ് നിതീഷിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇത്തരം ചാഞ്ചാട്ടങ്ങൾ ഉണ്ടെങ്കിലും ഈ താഴെത്തട്ടിൽ ഇപ്പോഴും നിതീഷിൻ്റെ വേരുകൾക്ക് വലിയ ക്ഷീണം സംഭവിച്ചിട്ടില്ല. നിതീഷ് പുതിയ തലമുറകൾക്കുള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ട്രഡീഷണലായ വോട്ടേഴ്സിനിടയിൽ ഇപ്പോഴും നിതീഷിന് കൃത്യമായ വേരുകളുണ്ട്, പിന്തുണയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന് സമാനമായൊരു നേതാവിനെ വളർത്തിയെടുക്കാൻ BJPക്കും സാധിച്ചിട്ടില്ല. ഈ നിതീഷിൻ്റെ ജാതി എന്നാൽ കുർമിയാണ്. കുർമി സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിൽ മൊത്തം 3% മാത്രമാണുള്ളത്. ഈ 3% മാത്രമുള്ള ഒരു സമുദായത്തിൽ നിന്ന് വന്ന് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി ഇത്രയും കാലം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബീഹാറിലെ ജാതി രാഷ്ട്രീയമൊക്കെ നോക്കുമ്പോഴത്തേക്ക് അതൊരു വലിയ അത്ഭുതമല്ല. സോഷ്യൽ എഞ്ചിനീയറിംഗ്, അതാണ് അതിന് പറയുക. സോഷ്യൽ എഞ്ചിനീയറിംഗ് സമർത്ഥമായി നടപ്പാക്കിയ ഒരു നേതാവാണ് നിതീഷ് കുമാർ. അതായത് ഈ പറഞ്ഞ പോലെ 3% വളരെ ദുർബലമായൊരു ശതമാനത്തിൽ നിന്ന് വരികയും എന്നാൽ മറ്റ് ജാതി സമവാക്യങ്ങളെ മുഴുവൻ ഒപ്പം നിർത്താൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിതീഷ് കുമാറിൻ്റെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതുതന്നെയാണ് നിതീഷിനെ ഇപ്പോഴും പ്രശസ്തനാക്കി നിലനിർത്തുന്നത്. പ്രത്യേകിച്ച് ഈ ജാതി ഘടകങ്ങൾക്കൊപ്പം തന്നെ ചില സാമൂഹ്യ ഘടകങ്ങളും നിതീഷ് കൊണ്ടുവന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മദ്യനിരോധനമാണ്. മദ്യനിരോധനത്തിലൂടെ സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം നേടാൻ സാധിച്ചു. അപ്പോൾ ജാതി ഘടകങ്ങളും ഈ പറഞ്ഞ പോലെ സ്ത്രീ വോട്ടുകളും ചേരുന്ന വലിയൊരു വിശാലമായ ഒരു സമവാക്യം രൂപപ്പെടുത്താനായിട്ട് നിതീഷിന് സാധിച്ചു. അതുതന്നെയാണ് നിതീഷിൻ്റെ ഇക്കാലത്തെയും വോട്ട് ബാങ്ക്. അതിൽ വലിയ വിള്ളൽ വീഴ്ത്താനായിട്ട് മഹാസഖ്യത്തിനോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കോ സാധിച്ചിട്ടില്ല. ഒരൊറ്റ ചോദ്യം, നിതീഷിൻ്റെ പിൻഗാമി ആരായിരിക്കും? മകൻ്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ എന്തായിരിക്കും നിതീഷിൻ്റെ ഒരു പിൻഗാമിയായി വരാൻ വേണ്ടിയുള്ള ആരായിരിക്കും വരാനുള്ളൊരു സാധ്യത? ബാലുവിൻ്റെ ആദ്യത്തെ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ ചോദ്യം തന്നെയാണ് ഇപ്പോഴും വരുന്നത്. അതായത് നിതീഷിൻ്റെയും JDUവിൻ്റെയും ഭാവി നിശ്ചയിക്കുന്നൊരു തെരഞ്ഞെടുപ്പായിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്ന് പറയുന്നതിനകത്ത് ഇതെല്ലാം അടക്കമുണ്ട്. കാരണം നിതീഷിന് ശേഷം ഒരു വ്യക്തിയെ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നിതീഷ് എന്നൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് JDU ബീഹാറിൽ. അതുപോലെ തന്നെ സമാനമായ ഒരുപാട് പ്രാദേശിക പാർട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. മമതയെ കേന്ദ്രീകരിച്ചാണ് TMC നിലനിൽക്കുന്നത്. അവിടെ പക്ഷേ ഒരു അഭിഷേക് ബാനർജി ഉണ്ട് പറയാം. പക്ഷേ മമതയുടെ പിന്തുണയുണ്ടോ, മമതയുടെ ജനപ്രിയത ഉണ്ടോ എന്നുള്ളത് വേറൊരു വിഷയമാണത്. അതുപോലെ ഉത്തർപ്രദേശിൽ മായാവതിയെ കേന്ദ്രീകരിച്ചാണ് BSP നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരം ഒറ്റ നേതാവിനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പാർട്ടികളിലെല്ലാം ഉയരുന്നൊരു ചോദ്യമാണിത്. ബീഹാറിലും അതുപോലെ തന്നെ ഇതേ പ്രശ്നമുണ്ട്. JDUവിൽ നിതീഷ് കഴിഞ്ഞാൽ അത്തരം ജനസമ്മതിയുള്ള അതുപോലെ പോപ്പുലറായ ജനപിന്തുണയുള്ള നേതാവ് JDUവിലില്ല. JDUവിൽ മാത്രമല്ല BJPയിലുമില്ല. BJPയിലെ സംസ്ഥാന നേതാക്കൾക്കും ഈ പറയുന്ന ജനപിന്തുണയില്ല. അതുകൊണ്ട് തന്നെ നിതീഷിന് ശേഷം എന്ത് സംഭവിക്കുമെന്നുള്ളത് വലിയ ചോദ്യമാണ്. കാരണം JDUവിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അത് JDUവിനകത്ത് ഈ പറഞ്ഞ പോലെ ഭരണമില്ലാത്തൊരു പാർട്ടി എന്ന നിലയിൽ JDUവിന് എത്ര കാലം പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ളത് വലിയ വിഷയമുണ്ട്. അതിനകത്ത് പിളർപ്പ് സംഭവിക്കാം. കുറേ പേര് BJPക്കൊപ്പം പോകാം, കുറേ പേര് RJDക്കൊപ്പം പോകാം. ഇതെല്ലാം സംഭവിക്കും. കാരണം തലമുറ മാറ്റം എന്ന് പറയുന്ന സാധനം JDUവിൽ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് JDUവിൻ്റെ ഭാവിയും വളരെ ഈ ഇലക്ഷനിൽ ക്രൂഷ്യലാണ്. മെച്ചപ്പെട്ട സീറ്റ് നില ഉണ്ടാക്കുകയാണെങ്കിൽ JDU സംബന്ധിച്ചുള്ള അടുത്ത 5 വർഷത്തേക്ക് വലിയ ഭീഷണി ഉണ്ടാവില്ല. തീർച്ചയായും വലിയൊരു ചോദ്യമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് നിതീഷിൻ്റെ ഭാവി മാത്രമല്ല JDUവിൻ്റെ ഭാവി കൂടി തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫലം വളരെ നിർണായകമാണ്. ഫലത്തിനെ ആശ്രയിച്ചായിരിക്കും ഇതെല്ലാം ഉണ്ടാകുക. പക്ഷേ നിതീഷിൻ്റെ എന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ ഒഴിവാക്കിക്കൊണ്ട് ബീഹാർ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം.